بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും സാധാരണ തോന്നുന്ന ഒരു തോന്നലാണ്, ഞാൻ നന്നാവാൻ ഇനിയും സമയം ഉണ്ട് എന്ന്. നമ്മൾ പൂർണ്ണമായും നല്ലവരായിട്ടില്ല എന്ന ഒരു ഉൾവിചാരം എല്ലാവർക്കും ഉണ്ട്. ഞാനിങ്ങനെ പോരാ, കുറച്ചും കൂടി ആവണം, ഇപ്പോൾ ഈ തിരക്കൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ, അതോടുകൂടി നന്നാവാം. അങ്ങനെയൊക്കെ സാധാരണ ഒരു താൽക്കാലിക അവധി വെച്ചിട്ടുള്ള ഒരു രീതി എല്ലാവരിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന ആ അവസ്ഥ തന്നെ ഒരു മുനാഫിഖിന്റെ ലക്ഷണമാണെന്നാണ്. നമുക്ക് നന്നാവാ എന്നത് വീണ്ടും വീണ്ടും സാധ്യമാകുന്ന കാര്യമാണ്. ഒരിക്കൽ നന്നായി എന്ന് വെച്ച് പൂർണ്ണമായും നന്നായി എന്നല്ല അതിനർത്ഥം. അതിനേറെ ഇനിയും നന്നാവാൻ കഴിയും ഓരോരുത്തർക്കും. അതുകൊണ്ടാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കാൻ കൂടുതൽ കൂടുതൽ ദുആറക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. ലിയസ്ദാദ ഈമാനി എന്ന അർത്ഥത്തിൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വാക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ലിയത്മ ഇന്ന ഖൽബി, ഈമാൻ വർദ്ധിക്കാൻ, നിലവിലുള്ള ഈമാനിനെ വർദ്ധിപ്പിക്കുക എന്നത് ഒരു ജ്വരമായി, ഒരു വലിയ ആവശ്യമായി കൊണ്ടു നടന്ന മഹാന്മാരായിരുന്നു പൂർവികരായ അമ്പിയാക്കൾ. ലിയത്മ ഇന്ന ഖൽബി എന്നതിന് അർത്ഥം കൊടുത്തുകൊണ്ട് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് ലിയസ്ദാദ ഈമാനി, നന്നായി ഇനിയും നന്നാവണം, കൂടുതൽ നന്നാവണം. അങ്ങനെ നന്നായിക്കൊണ്ടേയിരിക്കണം, കൂടുതൽ നന്നാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ജീവിതത്തിൽ ആവശ്യം. അടിസ്ഥാനപരമായി തന്നെ തെറ്റുകൾ നമ്മളിൽ ഉണ്ടെന്ന ബോധം നമുക്കുണ്ട്. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും നന്നായിട്ടില്ല, ഇനിയും നന്നാവാനുണ്ട്, ഇങ്ങനെ പോരാ, കുറച്ചും കൂടി വേണം. നിസ്കാരത്തിന്റെ സമയമൊക്കെ തെറ്റുന്നുണ്ട്, റവാത്തിബ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഖുർആൻ പാരായണത്തിലേക്ക് അങ്ങനെ പൂർണ്ണമായും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി അമലിന്റെ ഭാഗമൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളും പിഴവുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയണ്ടായിരുന്നു, അത് എൻ്റെ വായിന്ന് തെറ്റായി അറിയാതെ സംഭവിച്ചു പോയതാ, ഞാൻ കാണണ്ടായിരുന്നു അത്, പക്ഷെ കണ്ടുപോയതാ. ഈ രീതിയിൽ നമുക്ക് നിയന്ത്രണം കിട്ടാതെ പോകുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇത് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഒരു ചിന്ത. ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, നന്നാവണം. ഒരു മനുഷ്യൻ നന്നാവണോ, അതിന് ആദ്യം വേണ്ട കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളൊക്കെ കൂടുതൽ നന്നാവേണ്ടവരാണ്. നന്നായാൽ പിന്നെയും പിന്നെയും അതിന്റെ മാറ്റ് കൂട്ടണം. സ്വർഗം കൊടുക്കാം, അതാണ് ഒരു പരമാവധി ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്നല്ല. സ്വർഗത്തിലെ പദവി പിന്നെയും പിന്നെയും കേറി വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഈ നന്നാവൽ ഭൂമിയിൽ കൂടുതൽ കൂടുതൽ നന്നായ ഒരാളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ സ്വർഗത്തിന്റെ പദവിയും ഇങ്ങനെ കൂടി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അടിസ്ഥാനപരമായി ഒരാൾ നന്നാവാൻ വേണ്ടത്, നല്ലവരായിരിക്കൂലോ സുബഹി നിസ്കരിക്കാം, സ്വാലിഹീങ്ങളായിരിക്കൂലോ സുബഹി നിസ്കരിക്കാം, എന്നിട്ടും സുബഹി നിസ്കാരത്തിന്റെ ഖുനൂത്തിൽ ദുആ ഇറക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ നന്നാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണേന്നാ. ഫാത്തിഹയിലുണ്ടല്ലോ ഒരായത്ത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ നന്നാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണേ, ഞങ്ങളെ ചേർക്കണേ, നല്ല വഴിക്ക് ചേർക്കണേ. എന്താ മോശമായിട്ട്? നമ്മളെക്കാളും മോശമുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും, അതിലേക്ക് നോക്കണ്ട. നമ്മളെക്കാൾ നല്ലവർ നമ്മുടെ മുകളിൽ വരണ്ട്, അവരോളം ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നന്മയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ നമ്മേക്കാൾ മോശം ആളുകളല്ല നോക്കേണ്ടത്, നമ്മേക്കാൾ നന്നായ ആളുകളെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വേണം. നന്നാവണോ? എന്നാൽ അതിന് ആദ്യം വേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നന്നാവണോ? ആഗ്രഹിക്കുക. ആഗ്രഹം കൊണ്ട് അമലുണ്ടാവാം. ആഗ്രഹം തന്നെ ഒരു അമലാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്കൊരു തോന്നലുണ്ട്, ഇനി ഞാൻ ഒരിക്കലും നന്നാവൂല. അതൊരു നിരാശ, ഇബ്ലീസ് കയറാൻ സാധ്യതയുള്ളതാ, അപകടമാണത്. ഒരാൾക്ക് തോന്നുന്നു ഞാൻ നന്നാവൂല, ആ ചിന്ത തന്നെ ഇബ്ലീസിന്റെ ഭാഗത്തുനിന്ന്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നന്നാവണോ? ഹിദായത്തിന് ആഗ്രഹിക്കാം, ഹിദായത്ത് ആഗ്രഹിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ കാന ഫിദ്ദലാലതി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ. ഒരാള് നന്നാവണമെന്നുള്ള ഉദ്ദേശമില്ല, അവനിങ്ങനെ ആ പഴയ വൃത്തികേട് തന്നെ ആയിട്ട് ഇങ്ങനെ പോണു. ആരും അറിയണില്ല, ആരും കാണണില്ല. അവൻ സ്വന്തം, വേറെ ആരും കാണുന്നില്ല, അറിയണില്ല. പക്ഷെ അള്ളാഹ് കാണണ്ടല്ലോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ ഒന്ന് നിർത്തണം, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പോട്ടെ. അങ്ങനെ ഒരു പിന്നെ ആവട്ടെ വെക്കുന്ന ആളുണ്ടല്ലോ. ഖുർആൻ പറയുന്നു, ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ. ഒരിക്കലും ആ വഴികേടിത്തരത്തിന്റെ കുഴിയിൽ നിന്നും അവൻ കരക്ക് കേറൂല എന്ന് ഖുർആൻ. അവൻ നന്നാവൂല. എന്തുകൊണ്ട്? പിന്നെ ആവട്ടെ എന്ന് വെച്ചു. തിന്മയിൽ തുടരുന്നവനെ അള്ളാഹു അതിലായി ദീർഘമാക്കി വെക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അടുത്ത ആയത്ത് കേട്ടോളൂ. വയസീദുല്ലാഹുൽ ലദീന ഇഹ്തദൗ ഹുദാ. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു വീണ്ടും വീണ്ടും നന്നാവാനുള്ള അവസരം മുന്നിൽ വെക്കുമെന്ന് ഖുർആൻ. ഹിദായത്ത് ആഗ്രഹിച്ചോളൂ, അള്ളാഹു കൂടുതൽ തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, നീ നന്നാക്കിയവരിൽ ഞങ്ങളെ ചേർക്കണേ. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഓരോ ദിവസവും നന്നായിക്കൊണ്ടിരിക്കുക, പിന്നെയും പിന്നെയും നന്നാവണം. മരണം വരെ ഈ നന്നാവൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. മനസ്സിൽ നന്മ ഉണ്ടാവണം. അതൊരു പ്രകാശമാണെന്ന് ഖുർആൻ. അതൊരു വെളിച്ച. നമ്മൾ ചില മനുഷ്യന്മാരെ കാണുമ്പോ പറയൂലോ, അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തൊരു വെളിച്ചായിരുന്നു. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. ഹൃദയത്തിന്റെ അകത്തൊരു വെളിച്ചം കടന്നു വരാനുണ്ട്. أفما شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. സൂറത്ത് സുമർ. അല്ലാഹു പറയുന്നു, ഒരാളുടെ മനസ്സിലേക്ക് അള്ളാഹു ഇസ്ലാമിന്റെ വെളിച്ചം കൊടുത്താൽ, അള്ളാഹുവിന്റെ ദീൻ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അള്ളാഹു കൊടുത്താൽ, റബ്ബെന്ന വിചാരം തട്ടണ്ട പോലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊന്ന് തട്ടിയാൽ, അള്ളാഹു എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയാൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകാശത്തിലാണ് അവനുള്ളതെന്ന് ഖുർആൻ. ആ വെളിച്ചം അല്ലാഹു തരട്ടെ. അവര് എവിടെ പോയാലും പ്രകാശ. ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹു എന്ന വിചാരം കൊണ്ട് കിട്ടിയ പ്രകാശം, അവരെവിടെ പോയാലും പ്രകാശം. സത്യവിശ്വാസി അവരുടെ ചുറ്റുവട്ടത്തിലും നന്മയാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്നു എന്ന് ഖുർആൻ പിന്നെയും പറഞ്ഞു. ആ മനുഷ്യന്റെ അയൽവക്കത്ത് ജീവിച്ചാൽ, അങ്ങനെ കാണുന്നോടത്താണ് ഒരു അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാര് മരണപ്പെട്ടപ്പോ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അയൽവാസിനിയായ സഹോദര സമുദായത്തിലെ സഹോദരി വന്ന് പൊട്ടിക്കരഞ്ഞത്. അവർക്കൊരു പിതാവ്, ഒരു സംരക്ഷകൻ നഷ്ടപ്പെട്ട വേദന. അങ്ങനെ വരുന്നോടത്താണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വേർപാട് എല്ലാവരെയും വേദനിപ്പിച്ചത്. എന്തുകൊണ്ട്? സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ചുറ്റുപാട് മുഴുവനും പ്രകാശമാം. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഒരുപാട് നിസ്കരിക്കുന്നവർ, ഒരുപാട് നന്മ ചെയ്യുന്നവർ, പക്ഷേ മറ്റുള്ളവർക്ക് ഉപദ്രവമാ അവരെ കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ.
മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അവര് ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കിട്ടാത്ത നിസ്കാരം അത്. ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കിട്ടിയ നിസ്കാരങ്ങൾ അങ്ങനെയല്ല. ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കിട്ടിയ നിസ്കാരം, ആ നിസ്കാരം മനുഷ്യനെ സംസ്കരിക്കാൻ അവർ പോകുന്ന ഇടം മുഴുവൻ പ്രകാശം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ചുറ്റിലും അവരുടെ മുന്നിലും പിന്നിലും രണ്ട് വശങ്ങളിലായി അവരുടെ പ്രകാശം ഇങ്ങനെ വിസരണം നടന്നുകൊണ്ടിരിക്കുന്നു, ചിതറുന്നു എന്ന് ഖുർആൻ. എത്ര മനോഹരമായ ഭാഷയിലാ മനുഷ്യന്റെ നന്മയെ ഖുർആൻ പറഞ്ഞത്. അവരിങ്ങനെ പോണ ഒരു വെളിച്ചാണ്. അവരുടെ മുന്നിലും പിന്നിലും ചുറ്റിലും വെളിച്ചമാ. അവരിങ്ങനെ പോയാ മതി. അതൊരു വല്ലാത്ത വെളിച്ചം തന്നെയായിരുന്നു. നമ്മളോ, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിനപ്പുറത്തേക്ക് ഒരു ആർദ്രത നമുക്കില്ലല്ലോ. ഹബീബിന്റെ ഒരു ഉപദേശമുണ്ട്. ഹബീബിന്റെ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തകൂനു ഇമ്മഅതൻ തഖൂലൂൻ ഇൻ അഹ്സനൻ നാസു അഹ്സന്നാ وإن ظلمنا ولكن وطنوا أنفسكم إن أحسن الناس أن تحسنوا وإن أساءوا فلا تظلموا. سيدنا رسول الله صلى الله عليه وسلم നമുക്ക് തന്ന ഒരു ഉപദേശമാണിത്. എന്താ ഈ പറയണത്? നമ്മുടെ ഒരു സാധാരണ സ്വഭാവമായി പറയുന്നത്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണിത്. ഹബീബ് പറയുന്നു, ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ ഒരിക്കലും അനുകരിക്കുന്നവരാവല്ലേ. എങ്ങനെ അനുകരിക്കാം? അവൻ എനിക്ക് അത്രേ തന്നോളൂ, അപ്പൊ ഞാൻ അത്ര കൊടുക്കുള്ളൂ. അവൻ ഇങ്ങോട്ട് ചെയ്തെങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യൂ. അങ്ങനെ ഒരു സംസ്കാരമില്ല. അവന്റെ പരിമിതി അതാണ്, അവന്റെ സംസ്കാരം അതാണ്. നമുക്കൊരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ മേൽവിലാസാണത്. അവൻ എന്റെ വീട്ടില് കല്യാണത്തിന് ഞാൻ അത്രയും വിളിച്ചിട്ട് നേരായപ്പോ ഒന്ന് വന്നിട്ട് വേഗം പോയി. അതുകൊണ്ട് ഞാൻ ഫ്രീയാ, എന്നാലും ഞാൻ ആ കല്യാണത്തിന് അങ്ങനെ സഹകരിക്കൂ. പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്ന് അസുഖം ബാധിച്ച് കിടന്നപ്പോ എത്ര ദിവസം ഞാൻ ഇവിടെ കിടന്നു, ആ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഒന്ന് കടന്നു വന്നില്ല. അതുകൊണ്ട് അവിടെ ഇപ്പൊ അസുഖം ഉള്ള ആ സിറ്റുവേഷനിൽ ഞാനും അങ്ങോട്ട് പോകുന്നില്ല. എന്തേ? അങ്ങനെയാണ്, ഇങ്ങോട്ട് കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് അവരവരുടെ സംസ്കാരം കാണിച്ചു. സത്യവിശ്വാസിക്ക് റസൂലുള്ളാഹി കൊടുത്ത ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം, തഖൂലൂന ഇൻ അഹ്സനൻ നാസു അഹ്സനാ, അവരിങ്ങോട്ട് ഗുണം ചെയ്താൽ മാത്രം ഞാൻ അങ്ങോട്ട് ചെയ്യുക നിലപാട് പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഇൻ ളലമൂ ളലംനാ, അവര് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതാ, അതുകൊണ്ട് ഞങ്ങളും ബുദ്ധിമുട്ടിക്കും, അത് പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ഇവിടെ വേണ്ടത് എന്തെന്നറിയോ? മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം നമ്മള്. ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ജനങ്ങൾ നല്ലത് ചെയ്താലും അങ്ങോട്ട് നല്ലത് ചെയ്യും. വഇൻ അസാഉ, അവർ മോശം ചെയ്താൽ ഫലാ തദ്ലിമു, നമ്മളായിട്ട് അങ്ങോട്ട് മോശം ചെയ്യാൻ പോവണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുക. അതൊരു പ്രകാശം സ്വീകരിക്കാനുള്ള മനസ്സിലേക്ക് ഈ പാകപ്പെടുത്തൽ ഉണ്ടാവും. പ്രകാശം സ്വീകരിക്കണം, ഈമാന്റെ വെളിച്ചം കിട്ടണം മനസ്സിൽ. അതൊരു വെളിച്ചമാണ്, അതൊരു വെളിച്ചാണ്. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഒന്നുകിൽ മുത്തുനബിയായിട്ടുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും, അല്ലെങ്കിലോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തുകളായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഹദീസുകളാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു
ഉദ്ധരിക്കപ്പെടുന്നത്. കേട്ടോളൂ, മഹാനവരുകൾ പറയാ, ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ വസിയത്തേൽപ്പിച്ചു. ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകമായി 3 വസിയത്തുകൾ എന്നോട് പറഞ്ഞു. ഇസ്മഅ് വാതിഅ വലൗ ലിഅബ്ദിൻ മുജദ്ദഇൽ തുറാബ്. അബൂദർറെ, ഒന്നാമത് പറയട്ടെ, ന്യായമായ ഒരു കാര്യം ഒരാൾ ഉണർത്തി തന്നാൽ അവൻ വലുതാണോ ചെറുതാണോ എന്ന് നോക്കല്ലേ. മൂക്ക് ചെത്തി മുറിച്ച ഒരു നീഗ്രോ ആണ് നിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ന്യായമായ ഒരു നന്മ പറഞ്ഞു തരുന്നത് എങ്കിൽ അവൻ എത്ര നിസ്സാരക്കാരനാണെന്നൊന്നും ചിന്തിക്കണ്ട. അവൻ ആരാന്ന് നോക്കണ്ട. പറഞ്ഞ കാര്യം ശരിയാണോ, പറഞ്ഞത് സത്യമാണോ, പറഞ്ഞത് ന്യായമാണോ, അത് നീ ഉൾക്കൊള്ളണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു നല്ല മനസ്സിന്റെ പറ്റുള്ളൂ, കിബറിന്റെ പറ്റൂല. അത് ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കയറിയാലേ പറ്റുള്ളൂ, കിബറ് കൊണ്ട് അത് പറ്റൂല. റസൂലുള്ളാഹി പറഞ്ഞു 3 വസിയത്തുകൾ. അതിൽ ഒന്നാമത്തേത്, മൂക്ക് മുറിച്ച ഒരു അടിമ വന്നുകൊണ്ട്, മൂക്ക് ചെത്തി മുറിച്ച ഒരു നീഗ്രോ വംശജം വന്നുകൊണ്ട് നിന്നോട് പറയാണ്, ആ കാര്യം അത് ശരിയായില്ലാട്ടോ. അവൻ പറഞ്ഞത് ന്യായമാണോ, പറഞ്ഞത് ആരാണെന്ന് നോക്കണ്ട, പറഞ്ഞ കാര്യത്തിലേക്ക് ചിന്തിച്ചാൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, രണ്ടാമത്തെ വസിയത്ത്, വൈദാ സ്വനഅത മറഖതൻ ഫഅക്സിർ മാഅഹാ ثم انظر إلى أهل بيت من جيرانك فأصبهم منه بمعروف. അയൽവക്കത്ത് വേണ്ട പോലെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അവര് പാവങ്ങളാ, അവർക്കങ്ങനെ സമ്പാദ്യങ്ങളില്ല, വരുമാനങ്ങളില്ല. നിന്റെ വീട്ടിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം വെക്കുന്ന അന്ന് അവർക്കുള്ളതുകൂടി നിന്റെ വീടിന്റെ അടുപ്പിൽ പുകയട്ടെ. എന്നിട്ട് നീ അവിടെ നോക്കണം, അവർക്കത് എത്തുമോ എന്ന് നീ ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് കറി വെക്കുമ്പോഴെങ്കിലും ചാറ് കൂടുതൽ വെക്കണമെന്ന് ദാരിദ്ര്യം സജീവമായി ഉണ്ടായ കാലത്ത് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അയൽവക്കത്തെ ഒന്ന് പരിഗണിക്കാം. ഒരു നന്മയുണ്ടെങ്കിൽ ആ മനസ്സിൽ വെളിച്ചോണ്ടെങ്കിലേ പറ്റുള്ളൂ. വീട്ടിലെ ആണുങ്ങൾ പറയും, എടീ പായസം ഉണ്ടാക്കിയതല്ല, കുറച്ച് അപ്പുറത്തേക്ക് എന്താ നന്മയുണ്ടെങ്കിൽ ഇവിടെ ആണ് പറഞ്ഞു കൊടുക്കണ്ട, മാപ്പിള പറയാൻ നിൽക്കണ്ട, കെട്ടിയോൻ പറയാൻ നിൽക്കണ്ട, കെട്ടിയോള് ചെയ്യാൻ, ഭാര്യ ചെയ്യാൻ ഭർത്താവ് പറഞ്ഞു കൊടുത്ത് ഭാര്യ ഒരു പൊട്ടിത്തരും, അത് നമുക്ക് കൊടുക്കാറില്ല. അത് അല്ല, ഇനി ഭാര്യ പറയണ കുറച്ച് ഞാൻ അപ്പുറത്തുണ്ട്, കൊടുക്കണ്ട. അയൽവക്കത്തേക്ക് ഒരു ഭക്ഷണം എത്തിക്ക എന്നത് റസൂലുള്ളാഹിയുടെ വസിയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വസിയത്തുകളിൽ മൂന്നാമത്തെ വസിയത്ത് കേട്ടോളൂ, വസ്സല്ലിസ് സ്വലാത്ത ലിവഖ്തിഹാ. നിസ്കാരത്തിന്റെ സമയമായ പിന്നെ മറ്റെല്ലാ പരിപാടി നിർത്തിക്കോ, നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കണേ, ആദ്യം അത് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോട് ഒരു ഉപദേശം പറയട്ടെ, നിങ്ങളുടെ ലോഹർ വൈകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഒരു കുടുംബത്തിലെ സർവ്വ പണിയും അവളുടെ തലയിലാണ്, അല്ലെ? ഒക്കെ ചെയ്ത് അതിന്റെ ഏറ്റവും വലിയ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ലോഹർ വാങ്ങിക്കൊള്ളിക്കുക. ഇനിയിപ്പോ ഇതും കൂടിയാണ് കഴിട്ട, അങ്ങനെയല്ല. അതിന്റെ ഒരു ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നല്ല ഷവറും സൗകര്യങ്ങളും ഒക്കെ ബാത്റൂമിലുണ്ട്. വേഗം ഒന്ന് മേല് കഴുകിയിട്ട് ആ വാങ്ക് വിളിക്കണ ടൈം എപ്പോഴാണ്, ഏകദേശമൊക്കെ ലോഹർ വാങ്ക് വിളിക്കണ ടൈം ആകുമ്പോഴേക്കൊക്കെ ഒന്ന് സമയം നോക്കുന്ന സ്വഭാവം ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സമയത്തെ മാനിച്ചുകൊണ്ട് ആദ്യം അങ്ങോട്ട് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ പറയൂ, ഉസ്താദെ അപ്പൊ അങ്ങനെയാണ് ഡ്രസ്സ് മാറിക്കോ. 6 മാസത്തിലൊരിക്കൽ വീട്ടുവസ്ത്രം വാങ്ങിത്തരല് ഭർത്താവിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? പെണ്ണിന് വക്കത്തിന് നിസ്കരിക്കണ്ടേ? ഒരു ദിവസം ചിലപ്പോ ഈ കണ്ടീഷനിൽ പോവാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ടി വരും. കാരണം ലോഹറിന് മുമ്പ് ആ ലോഹർ നിസ്കരിക്കാനുള്ള തത്രപ്പാടില് വേഗം ഒന്ന് ഡ്രസ്സ് മാറി ഒന്ന് മേല് കഴുകി വേഗം നിസ്കരിക്കണമെങ്കിൽ ഒരു പക്ഷേ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറിയാൽ പിന്നെ വേറെ പുതിയതിരേണ്ടി വരും. അപ്പൊ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പാടൊന്നുമില്ലല്ലോ. പിന്നെ കുളിക്കാൻ ശരിയായ കുളി അലക്കലൊക്കെ അതിന് ശേഷമാണ് നടക്കണമെങ്കിൽ, അത് ചിലപ്പോൾ 2 മണിക്ക് ശേഷമാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ആ ഇട്ടത് ഒന്നും കൂടി മാറേണ്ടി വരും. അങ്ങനെ വസ്ത്രത്തിന്റെ കുറവ് പാടില്ല എന്നാ വീട്ടില്. അതിനുള്ളത് വാങ്ങി കൊടുക്കണം. ഇന്ന് അതിന്റെ കുറവൊന്നും ഒരു വീട്ടിലുമില്ല.
അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ 3 ഉപദേശങ്ങളിൽ 3 വസിയത്തുകളിൽ മൂന്നാമത്തേത് നിസ്കാരത്തിന്റെ സമയമായ പിന്നെ വൈകണ്ട, അത് വേഗം അങ്ങോട്ട് നിർവഹിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിച്ച ചില അബദ്ധങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഈ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം. മഹാനായ അബൂ ഉസ്മാൻ തങ്ങൾ മുഹമ്മദ് ബിൻ ഫുദൈൽ തങ്ങൾക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ചില കാര്യങ്ങൾ ചോദിച്ചിട്ട പരാജയപ്പെടാണ് ഒരാള്. അയാളുടെ അടയാളം എന്താ? ഒരാള് ജീവിതത്തിൽ പരാജയപ്പെടാൻ പോവാ, അയാളുടെ അടയാളം എന്താ? പരാജയത്തിന്റെ അടയാളമുണ്ട്, അത് തിരിച്ചറിയാൻ കഴിയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവിടെ നിന്ന് കേട്ടുപഠിച്ച ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. ഒരാൾ പരാജയപ്പെടുവോ അറിയാൻ പറ്റും, 3 അടയാളമുണ്ട്. ഈ 3 അടയാളങ്ങൾ കണ്ട അയാൾ പരാജയപ്പെടുന്ന. ഒന്നാമത്തേത് കേട്ടോളൂ, അൻ യുർസഖൽ ഇൻസാനുൽ ഇൽമ വയുഹറമൽ അമലു. ഒരാൾക്ക് അല്ലാഹു ഇൽമു കൊടുത്തു, ആ ഇൽമു കിട്ടിയതനുസരിച്ചുള്ള അമല് അല്ലാഹു അവന് ചെയ്യാൻ ഭാഗ്യം കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ പരാജയപ്പെടാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അറിവുണ്ട്, അറിവനുസരിച്ചുള്ള അമല് ഇല്ല എങ്കിൽ അത് പരാജയത്തിന്റെ ഒന്നാമത്തെ അടയാളം. അറിവ് കിട്ടി, പക്ഷേ അമല് ചെയ്യാനുള്ള ഭാഗ്യം തടയപ്പെട്ടിട്ടുണ്ടവന്. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ, അമല് ചെയ്യാനുള്ള ഭാഗ്യം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ റബ്ബൽ ആലമീൻ. ഈ ദുആ പുണ്യനബി തങ്ങൾ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈ ദുആ ഇത് ഒരു പക്വതയുള്ള മനുഷ്യന്റെ ദുആയായിരിക്കും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പടച്ച റബ്ബേ, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതൽ കല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ. സുലൈമാൻ നബി നുബുവത്തിന്റെ പക്വതയിൽ നിന്നും അല്ലാഹുവോട് ചോദിച്ച ചോദ്യം, അല്ലാഹുവേ, സ്വാലിഹായ അമൽ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ. സ്വാലിഹായ അമൽ ചെയ്യാൻ അവസരം തരണേ എന്ന് ഒരു പ്രവാചകൻ ചോദിക്കാം. ഇതേ ചോദ്യം സിദ്ദീഖ് തങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരു നുബുവത്തോളം വലിപ്പമുള്ള പക്വതയാ സിദ്ദീഖ് തങ്ങളുടെ പക്വത. ഇതൊരു പക്വതയുള്ള ദുആയാണ്. സിദ്ദീഖ് തങ്ങളും ഇതുപോലെ ചോദിച്ചു, അല്ലാഹുവേ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. മഹാനായ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ദുആ, മോനെ, ഈ ദുആ നിന്റെ നിസ്കാരത്തിന്റെ ശേഷം 5 വഖത്തിലും പതിവാക്കിക്കോളൂ. എല്ലാ ദുആയും കൂടി ചിലപ്പോ ഇമാമ് ചൊല്ലി വരുമ്പോ ആമീൻ പിടിക്കുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ഷോർട്ട് ദുആക്ക് ആമീൻ പറയുള്ളൂ. അല്ലാതെ തന്നെ ആമീൻ പറയാതെ എണീറ്റ് പോണ ആൾക്കാരുള്ള ഒരു നാട്ടിലാണ് പിന്നെ പ്രത്യേകിച്ച് ആമീൻ പറയല് ഔട്ട് ഓഫ് ഫാഷനായി. കൂട്ടത്തിലുള്ള ദുആക്കിരിക്കാതെ നിസ്കാരം കഴിഞ്ഞ് ഓടണ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള നാട്ടിലെ ഇമാമാണെങ്കിൽ ദുആ മാക്സിമം ചുരുക്കണം, അല്ലെങ്കിൽ നിലവിലുള്ളതിനും കൂടി കിട്ടാണ്ട് വരും. കാരണം ഈ ഓടണവരുടെ കൂടെ ചിലപ്പോ ഇബ്ലീസ് തോന്നിക്കാതെ അവര് പോയിട്ട് ഇപ്പൊ പോയിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും വിചാരിക്കില്ല, ആൾക്കാരെ കണിച്ചു പോട്ടല്ലോ. അപ്പൊ എല്ലാ ദുആയും കൂടി ചിലപ്പോ നിസ്കാരം കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം ഈ ദുആ സുന്നത്താണ്. മുത്തായ നബി സ്വഹാബിക്ക് പഠിപ്പിച്ചതാണ്. ഈ ദുആ ചെയ്യുന്നവർക്ക് നല്ല അമൽ ചെയ്യാൻ കഴിയും, നല്ല ഇബാദത്ത് ചെയ്യാൻ കഴിയും. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണേ. അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, ഹുസ്നി ഇബാദത്തിക, നല്ല നല്ല ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ എന്നതാ ദുആ. ഇങ്ങനെ ഒരു ദുആ ഉണ്ട്. ഈ ദുആ ഞാൻ പറഞ്ഞു വരുന്നു, ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നു എങ്കിൽ അതിന്റെ ഒന്നാമത്തെ അടയാളം, 3 അടയാളമുണ്ട്. അതിൽ ഒന്നാമത്തെ അടയാളം
ആ മനുഷ്യന് അറിവുണ്ട്, പക്ഷേ അറിവനുസരിച്ചുള്ള അമൽ ചെയ്യാനുള്ള യോഗം അയാൾക്കില്ല എന്ന് പറയും, അതിനുള്ള ഭാഗ്യം അയാൾക്കില്ല എന്ന് പറയും. ആർക്കാ ഇന്നൊരു ശരാശരി മുസ്ലിമിന്റെ ജീവിതത്തിലെ അമലിനെ കുറിച്ചുള്ള അറിവില്ലാത്തത്? ശരാശരി മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അമലിനെ കുറിച്ചുള്ള അറിവ് ആർക്കാ ഇല്ലാത്തത്? വെള്ളിയാഴ്ച രാവും പകലും അൽക്കഹഫ് ഓതൽ സുന്നത്താണ്, എല്ലാവർക്കും അറിയാലോ. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പുണ്യമാണ്, വലിയ കൂലി കിട്ടും, എല്ലാവർക്കും അറിയാലോ. സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാ നിസ്കരിക്കണം, അത് 2 റക്അത്ത് കൊണ്ടാണ് സ്റ്റാർട്ടിങ്. അത് കുറെ നിസ്കരിക്കാവുന്നതാണ്, 8ഉം 10ഉം നിസ്കരിക്കാം, 12 നിസ്കരിക്കാം, അറിയാലോ. ആരാ ചെയ്യാ? സുബഹിക്ക് മുമ്പാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്, ഏറ്റവും മിനിമം 2 റക്അത്താണ്. അത് കഴിഞ്ഞ് ദ്വാരുന്ന ഉത്തരവുണ്ട്, അറിയാലോ. പലിശ ഹറാമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്, അറിയാലോ. എല്ലാം അറിയാം. എന്നിട്ട് എന്തേ അമലിൽ അത് വരുന്നില്ലല്ലോ? പരാജയത്തിന്റെ ഒന്നാമത്തെ അടയാളത. രണ്ടാമത്തെ അടയാളം കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ അടയാളം അൻ യുർസഖൽ അമല വയുഹറബൽ ഇഖ്ലാസ്. അമലുണ്ട്, ഇൽമുണ്ട്, അമലുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ല, ആത്മാർത്ഥതയില്ല, ഇഖ്ലാസില്ല, ഉള്ളിൽ തട്ടിയ ഭയപ്പാടില്ല. ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഇനിയും ഞാൻ ഹജ്ജിന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും ഉസ്താദേ? മനസ്സിലായില്ല. ഇനിയും ഞാൻ ഹജ്ജിന് പോയില്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും ഉസ്താദേ? ഒരാൾ ചോദിച്ചത്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂലാക്കട്ടെ. ചിന്താഗതി മാറുന്നു, ഇഖ്ലാസ് ഇല്ലാതെ പോകുന്നു. മൂന്നാമത്തെ അടയാളം, പരാജയപ്പെടുന്നവന്റെ മൂന്നാമത്തെ അടയാളം ഒരു മനുഷ്യന് സ്വാലിഹീങ്ങളുടെ കൂടെ, മഹാന്മാരുടെ കൂടെ നടക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തു, പക്ഷെ അതുകൊണ്ട് ഗുണം കിട്ടിയില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ മഞ്ചാടിക്കുന്ന് കയറിയപ്പോ അച്ഛൻ അളിയനായ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ എന്തുട്ടാ എന്നോട് തന്നെ പല മഹാന്മാരുടെയും കൂടെ നടന്ന ആളുകളെ ചെറുതാക്കി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ മഹാൻ മരണപ്പെട്ടപ്പോ, ഇത്ര വലിയ ആളാർന്ന, ഞാനും ഇത്രയും കൊല്ലം 30 കൂടെ ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്നപ്പോ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ കൺമുന്നിലൂടെ നാം കണ്ട പല മഹാന്മാരെയും അവരുടെ കൂടെ നടന്ന് കുറച്ച് ആൾ കഴിഞ്ഞപ്പോ കുറ്റം പറഞ്ഞ ആളുകൾ, ഈ മഹാന്മാർ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ 30 കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ പിന്നീട് പറഞ്ഞ ആളുകളെ എന്റെ അനുഭവത്തിലുണ്ട്. ഒരു സ്വാലിഹായ മുത്തഖിയായ മനുഷ്യന്റെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടി, പക്ഷേ അദ്ദേഹത്തോടുള്ള ആദരവ് ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു, പരാജയപ്പെടും. അങ്ങനെയുള്ളവൻ പരാജയപ്പെടും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ പശ്ചാത്തലം സ്വഹാബത്ത് പഠിപ്പിക്കുന്ന ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അമലുകളൊക്കെ കനമുള്ളതാവണമെങ്കിൽ, അമലൊക്കെ ഗുണമുള്ളതാവണമെങ്കിൽ ഹൃദയത്തിന്റെ അകത്തൊരു വെളിച്ചം ആദ്യം കയറി വന്നെന്ന ആ വെളിച്ചത്തിന്റെ പേരാണ് ഈമാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഈ വെളിച്ചം കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടു. ഈ വെളിച്ചം കിട്ടാണ്ട് വരുമ്പോഴാണ് പലരും പരാജയപ്പെടാം. നമുക്ക് പലപ്പോഴും നിരാശ തോന്നും, പഠിച്ചോനെ ഞാൻ ഇനി എന്തിനാ, ഇത്രയും വയസ്സായി. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞതാ, ഞാൻ ഇനി നന്നാവൂല മോനെ എന്ന് പറഞ്ഞതാ. ഞാൻ ഇനി നന്നാവൂല, എന്റെ ജീവിതമൊക്കെ പോയി എന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എന്റെ ജീവിതം പോയി. ജീവിതത്തിൽ ഒരു വിഷമം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. 3 പെൺപിള്ളേരുണ്ടായിരുന്നു, 3നെയും അദ്ദേഹത്തിന്റെ വാപ്പ കെട്ടിച്ചു. ഇയാൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഇയാള് മദ്യപാനിയായി ഇങ്ങനെ നടന്നു. അവസാനം ഉമ്മ മരിച്ചു. ഉമ്മ മരിക്കാൻ നേരം മോനെ കയ്യിൽ പിടിച്ചിട്ട് വസിയത്ത് ചെയ്തു, മോനെ ഉമ്മക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, മോനെ ഇനി കള്ളു കുടിക്കരുത് കേട്ടോ ആന്ന് പറഞ്ഞു. അന്നേരം കള്ളുണ്ടായില്ല. ഉമ്മ മരിച്ച ടെൻഷൻ മാറാൻ വേണ്ടിട്ട് 3-ാം കത്തത്തിന്റെ അന്ന് കള്ളുകൂടി പിന്നെ തുടങ്ങി. എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെയും തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രയാസങ്ങളായി, വിഷമങ്ങളായി. പിന്നീട് അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു. ആ മരണം അദ്ദേഹത്തിനൊരു തിരിച്ചറിവായി. പടച്ചോൻ ഹിദായത്ത് നിലനിർത്തട്ടെ. ഒരൊറ്റ വഖത്ത് കളയാതെ, എല്ലാ വഖത്തും പള്ളിയിൽ നിന്ന് മാത്രമല്ല, സുബഹിക്ക് മുമ്പ് വന്ന് തഹജ്ജുദ് വാങ്കുവിളി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുക. അദ്ദേഹം അങ്ങനെയുള്ള മോശമായ സദസ്സുകളിലൊന്നും പോകുന്നില്ല. നല്ല വെളിച്ചം അള്ളാഹു മനസ്സിന് കൊടുത്തു. അങ്ങനെ മനുഷ്യന്മാരും നന്നാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം. അല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന് വല്ല പാടുണ്ടോ?
അള്ളാഹു ജീവിതത്തിലെ പാഠം പഠിപ്പിക്കും. റബ്ബ് നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഈമാന്റെ വെളിച്ചം തരട്ടെ. അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ.